ഹായ് ഓൾ, iPlusന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് എന്താണ് CSEBയുടെ ചില വളരെ പ്രധാനപ്പെട്ട PYQs ആണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, ക്യാഷ് ബുക്ക് ഈസ് പ്രിപ്പയർഡ് ജസ്റ്റ് ലൈക്ക് ക്യാഷ് ബുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക? ലൈക്ക് ഓപ്ഷൻ എ ജേണൽ, ഓപ്ഷൻ ബി ലെഡ്ജർ, ഓപ്ഷൻ സി ജേണൽ ആൻഡ് ലെഡ്ജർ ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ദി എബോവ്. ഏതാണ് ആൻസർ വരിക? ക്യാഷ് ബുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക? ലെഡ്ജർ ആണ് അല്ലേ, അക്കൗണ്ട് ആണ്. ക്യാഷ് ബുക്ക് ഈസ് ആൻ അക്കൗണ്ട്, ഒരു ലെഡ്ജർ ആണെന്ന് ഓർത്ത് വെക്കും. അടുത്ത ക്വസ്റ്റ്യൻ ആണ് പ്രോഫിറ്റ് ഓൺ റീ ഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർ അല്ലേ. എന്താണ് നമുക്കറിയാം, ഫോർഫീറ്റ് ചെയ്യുക എന്ന് പറയുന്ന അർത്ഥമൊക്കെ കണ്ടു കെട്ടുക എന്ന് പറയും. മലയാളത്തിൽ നിന്ന് കണ്ടു കെട്ടുക അല്ലേ. ഫോർഫീറ്റ് ചെയ്ത ഷെയറുകൾ നമ്മൾ വീണ്ടും ഇഷ്യൂ ചെയ്യുമ്പോൾ അല്ലേ, ഓർത്ത് വെക്കുക, ഫോർഫീറ്റഡ് ഷെയർ, റീ ഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർ. ഫോർഫീറ്റ് ചെയ്ത ഷെയർ റീ ഇഷ്യൂ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പ്രോഫിറ്റ് ആയിട്ടാണ് കണക്കാക്കുക? പ്രോഫിറ്റ് ഓൺ റീ ഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർ ഈസ് എ ഡാഷ് പ്രോഫിറ്റ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ ഡിവിസിബിൾ പ്രോഫിറ്റ്, നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമോ? ഓപ്ഷൻ ബി പറഞ്ഞ റവന്യൂ, ഓപ്ഷൻ സി ക്യാപിറ്റൽ ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. എന്താണ് ആൻസർ വരിക? ഇവിടുത്തെ ആൻസർ ഏതാണ് വരിക? ക്യാപിറ്റൽ പ്രോഫിറ്റ്. പഠിച്ചിട്ടുണ്ട് അല്ലേ, +1 അക്കൗണ്ടൻസിന്റെ പഠിക്കുന്ന കാര്യമാണ്. പ്രോഫിറ്റ് ഓൺ റീ ഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. ഇറ്റ്സ് എ ക്യാപിറ്റൽ പ്രോഫിറ്റ്. അടുത്താണ് എ പ്രോമിസറി നോട്ട് ഈസ് പ്രിപ്പയർഡ് ബൈ. പ്രോമിസറി നോട്ട് ആരാണ് പ്രിപ്പയർ ചെയ്യുക? നമ്മൾ ഈ NA ആക്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിലെ വളരെ പ്രധാനപ്പെട്ട എന്താണ് പറയുക ഇൻസ്ട്രുമെന്റ് ആണ്. 456 പറയുന്നുണ്ട് അല്ലേ, ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. PBCയെ നമ്മൾ ബി മാറ്റി എന്താക്കുകയാണ്? ബി ആക്കിയാൽ മതി, PVC. ഓക്കെ, PVC പൈപ്പിൽ നിന്നുള്ള നമുക്ക് ബി ആക്കി എടുക്കാം അല്ലേ. PVC പൈപ്പിനെ നമുക്ക് ബി ആക്കി എടുക്കാം. P ഫോർ പ്രോമിസറി നോട്ട്, B ഫോർ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് C ഫോർ എന്താണ്? ചെക്ക് അല്ലേ. നമ്മൾ പഠിക്കാറില്ലേ, PVC പൈപ്പിനെ PBC എന്നാക്കിയാൽ മതി. സെക്ഷൻ 4, സെക്ഷൻ 5, സെക്ഷൻ 6. അപ്പൊ അവിടെ പറയുന്നത് പ്രോമിസറി നോട്ട് ഈസ് പ്രിപ്പയർഡ് ബൈ. ആരാണ് പ്രോമിസറി നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്? എന്താണ് പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ? ഞാൻ എന്ത് ചെയ്യാം, ഞാൻ നിനക്ക് പണം തന്നുകൊള്ളാം. ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഒരു കടയിൽ പോയി ക്രെഡിറ്റിൽ മേടിക്കുന്നു, എന്നിട്ട് ഞാനൊരു പ്രോ നോട്ട് എഴുതി കൊടുക്കുന്നു. എന്താ പറയാ? ഞാൻ നിനക്കോ നീ പറയുന്ന ആൾക്കോ ഇൻസ്ട്രുമെന്റ് കൈവശം വഹിക്കുന്ന ആൾക്കോ പണം തന്നുകൊള്ളാം. എന്താണ്? അൺകണ്ടീഷണൽ പ്രോമിസ് അല്ലെങ്കിൽ അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് എന്ന് പറയും. എന്താണ്? അൺകണ്ടീഷണൽ പ്രോമിസ് അല്ലെങ്കിൽ എന്താണ്? അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് അല്ലെ. അൺകണ്ടീഷണൽ പ്രോമിസ് ഓർ അണ്ടർടേക്കിംഗ്, ഈ വാക്ക് ഓർക്കണം കേട്ടോ. അൺകണ്ടീഷണൽ പ്രോമിസ് അല്ലെങ്കിൽ അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് എന്നുള്ള വാക്ക് നമ്മളവിടെ ഓർത്തിരിക്കണം. കാരണം ഓർഡർ വന്നാൽ അത് എന്തായി മാറി? അത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയി മാറി. അപ്പോൾ ഈ പ്രോമിസറി നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഇപ്പോൾ സെക്ഷൻ 4 പ്രോമിസറി നോട്ടിനെ കുറിച്ച് പറയുന്നത്. ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? സെല്ലർ ആണോ, ക്രെഡിറ്റർ ആണോ, ഡെപ്റ്റർ ആണോ, നൺ ഓഫ് ദിസ് ആണോ? ഏത് ആൻസർ തരിക? ഡെപ്റ്റർ ആണല്ലേ. കാരണം ഞാൻ എന്ത് ചെയ്യുകയാണ്, ഞാനിപ്പോൾ ഒരു കടയിൽ പോയിട്ട് ഒരു സാധനം കുറച്ച് മേടിച്ച് ഞാൻ പ്രോ നോട്ട് നൽകുകയാണ് അല്ലേ. ഞാൻ തന്നു കൊള്ളാം, പ്രോമിസ് അല്ലെ, ഞാൻ തന്നുകൊള്ളാം അല്ലെ, ഞാൻ നിനക്ക് തന്നുകൊള്ളാം എന്നും പറഞ്ഞ് എന്ത് ചെയ്യുകയാണ്, അവിടെ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയാണ് അല്ലേ. ദാറ്റ് ഈസ് നോൺ ആസ് പ്രോമിസറി നോട്ട് എന്ന് ഓർത്ത് വെക്കുക. ഇപ്പോൾ പ്രോമിസറി നോട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ്, അത് ഡെപ്റ്റർ ആണ്. പ്രോമിസറി നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഡെപ്റ്റർ ആണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇഫ് ആൻ എന്റർപ്രൈസ് ഫോളോ സെയിം മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ഇയർ ആഫ്റ്റർ ഇയർ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രിൻസിപ്പിൾ. അപ്പോൾ ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ് നമ്മൾ സെയിം, ഫോർ എക്സാമ്പിൾ, അതായത് ഇപ്പം ഡിപ്രീസിയേഷൻ കണക്കാക്കാൻ വേണ്ടി ഈ വർഷവും എല്ലാം എന്താണ്, അടുത്ത വർഷവും വരും വർഷങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഒരേ മെത്തേഡേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അല്ലാതെ ഈ വർഷം നമ്മൾ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ചെയ്തിട്ട് അടുത്ത വർഷം നമ്മൾ മറ്റൊരു മെത്തേഡിലേക്ക് പോവില്ല. ഓക്കെ, അത് എന്തുകൊണ്ടാണ്? ഏത് പ്രിൻസിപ്പിൾ കാരണമാണ് നമ്മൾ എന്താണ് സെയിം മെത്തേഡ് ഡിപ്രീസിയേഷൻ ഇയർ ആഫ്റ്റർ ഇയർ ഫോളോ ചെയ്യുന്നത്? ഓപ്ഷൻ എയിൽ പറയുന്നു കൺസിസ്റ്റൻസി, ഓപ്ഷൻ ബി പറയുന്നു കൺവീനിയൻസ്, ഓപ്ഷൻ സി പറയുന്നു ഡിസ്ക്ലോഷർ, ഓപ്ഷൻ ഡി പറയുന്നു ഓൾ ദി എബോവ്. ഏത് ആൻസർ വരിക? കൺസിസ്റ്റന്റ് ആയിരിക്കണം. നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സുകളൊക്കെ എന്താണ്? കൺസിസ്റ്റന്റ് ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരിക്കലും കമ്പാരിസൺ ഫോം ചെയ്യാൻ പറ്റില്ല, പോസിബിൾ അല്ല. എന്തുകൊണ്ടാണ് കൺസിസ്റ്റൻസി യൂസ് ചെയ്യുന്നത്? ആ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവിടെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റണം അല്ലേ. അതൊക്കെ കൊണ്ടാണ് ഒരേ രീതിയിൽ നമ്മൾ അവിടെ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ഓർത്ത് നോക്കുക, ഇഫ് ആൻ എന്റർപ്രൈസ് ഫോളോസ് സെയിം മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ഇയർ ആഫ്റ്റർ ഇയർ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രിൻസിപ്പിൾ കൺസിസ്റ്റൻസി എന്ന് ഓർത്ത് നോക്കുക കേട്ടോ. എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രിൻസിപ്പിൾ കൺസിസ്റ്റൻസി എന്ന് ഓർത്ത് നോക്കുക. അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്,
ഗുഡ്സ് വർത്ത് ₹500 given as charity should be credited to, അല്ലെ? ഗുഡ്സ് വർത്ത് ₹500 given as charity should be credited to. നമ്മൾ എന്താണ് 500 രൂപ ചാരിറ്റി ആയിട്ട് നൽകി, അല്ലെ? ഗുഡ്സ് 500 രൂപയുടെ ഗുഡ്സ് നമ്മൾ ചാരിറ്റി ആയിട്ട് നൽകി. നമ്മൾ അത് എവിടെ ക്രെഡിറ്റ് ചെയ്യും? നോക്കിയേ, ഓപ്ഷൻ എയിൽ പറയുന്നു ചാരിറ്റി, ഓപ്ഷൻ ബിയിൽ പറയുന്നു സെയില്, ഓപ്ഷൻ സിയിൽ പറയുന്നു പർച്ചേസ്, ഓപ്ഷൻ ഡിയിൽ പറയുന്നു ക്യാഷ്. എവിടെ ക്രെഡിറ്റ് ചെയ്യും? ഇവിടെ നമ്മുടെ ഗുഡ്സ് കുറയുകയാണ്, അല്ലേ? ഗുഡ്സ് അവിടെ കുറയുകയല്ലേ? അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യും? പർച്ചേസിൽ ക്രെഡിറ്റ് ചെയ്യും, അല്ലേ? ഗുഡ്സ് വർത്ത് ₹500 given as charity should be credited to purchase account. പർച്ചേസ് അക്കൗണ്ടിൽ എന്ത് ചെയ്യും? നമ്മൾ അവിടെ ക്രെഡിറ്റ് ചെയ്യും. കാരണം ഗുഡ്സ് കുറയുകയാണ്. പർച്ചേസ് കൂട്ടുന്ന ഡെബിറ്റ് ആണ്, ഗുഡ്സ് കൂട്ടുന്നത് ഡെബിറ്റ് ആണ്, അല്ലേ? ഇവിടെ കുറയുകയാണ്. അപ്പോൾ ഓൾറെഡി എന്താണ് അർത്ഥം? ആൻസർ വരിക ഗുഡ്സ് വർത്ത് ₹500 given as charity should be credited to purchases account എന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കി, എന്താണ് ഈ പ്രോഫിറ്റ് ഈസ് 25% ഓഫ് ദ കോസ്റ്റ് പ്രൈസ്, അല്ലേ? ഇതൊന്ന് മനസ്സിലാക്കണം കേട്ടോ. ഇതൊരു വളരെ സിമ്പിളായിട്ട് ചെയ്യാം, നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കണക്കാണിത് കേട്ടോ. ഇവിടെ പറയാണ് ഇഫ് പ്രോഫിറ്റ് ഈസ് 25% ഓഫ് ദ കോസ്റ്റ് പ്രൈസ്, അതായത് നമുക്കറിയാം സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് ആണെന്ന് അറിയാം, അല്ലേ? അറിയാമല്ലോ സെല്ലിംഗ് പ്രൈസ്. അപ്പം ഇവിടെ കോസ്റ്റ് പ്രൈസ് ഞാൻ 100 അസ്യൂം ചെയ്യുകയാണ്, അസംഷനാണ്, അല്ലേ? കോസ്റ്റ് പ്രൈസ് 100 അസ്യൂം ചെയ്യുകയാണ്. 25% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 125 എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് വരും, ആണല്ലോ? 100 രൂപയുടെ സാധനത്തിന് 25% പ്രോഫിറ്റ് ഇട്ടാണ് 125 രൂപ അതിന്റെ സെല്ലിംഗ് പ്രൈസ്. അപ്പൊ പറയാണ് കോസ്റ്റ് പ്രൈസിന്റെ 25% പ്രോഫിറ്റ് എങ്കിൽ സെല്ലിംഗ് പ്രൈസിന്റെ എത്ര ശതമാനമാണ് പ്രോഫിറ്റ്? എത്രയാണ്? സെല്ലിംഗ് പ്രൈസ് 125 ആണ്, അല്ലേ? കോസ്റ്റ് പ്രൈസിന്റെ 25% ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസിന്റെ എത്രയാണ്? എത്ര വരും? 25 പ്രോഫിറ്റ്. 25/125 100 ചെയ്താൽ പോരെ? 1/5 എത്ര വരും? 5 വരും. 5 അത് വെട്ടി കളഞ്ഞാൽ എത്രയാണ്? 20% എന്ന് വരും, അല്ലേ? 20% എന്നാണ് ആൻസർ വരിക. അപ്പോൾ കോസ്റ്റ് പ്രൈസിന്റെ 25% പ്രോഫിറ്റ് എങ്കിൽ സെല്ലിംഗ് പ്രൈസിന്റെ 20% നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളത് തന്നെയാണിത്, അല്ലേ? അക്കൗണ്ട്സിലൊക്കെ പഠിച്ചിട്ടുള്ളത്. ഇപ്പം പറയണ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഇൻഡിക്കേറ്റർ. സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ, എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക? ഓപ്ഷൻ എ പറയുന്നു സോഴ്സ് ഓഫ് ഫണ്ട്, ഓപ്ഷൻ ബി പറയുന്നു ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്, ഓപ്ഷൻ സി പറയുന്നു ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ്, ഓപ്ഷൻ ഡി പറയുന്നു നോ ചേഞ്ച് ഇൻ ഫണ്ട്. അപ്പം എന്താണ് ഇൻവെസ്റ്റ്മെന്റ് സെയിൽ ആയി കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഫണ്ട് ഇങ്ങോട്ട് വരുമല്ലേ? നമുക്ക് ഇവിടെ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, നമ്മൾ വിറ്റ് കഴിയുമ്പോൾ എന്താണ്? ഫണ്ട് ഇങ്ങോട്ട് വരികയാണ്. ഇപ്പൊ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻഡിക്കേറ്റ്സ് എന്താണ്? സോഴ്സ് ഓഫ് ഫണ്ട് ആണ്. ഇറ്റ്സ് എ സോഴ്സ് ഓഫ് ഫണ്ട് ആണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്താണ് while preparing bank reconciliation statement, if we start with a debit balance as per bank statement unpresented check. നോക്കിയേ, നമ്മൾ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഡെബിറ്റ് ബാലൻസ്, ബാങ്കിലെ ഡെബിറ്റ് ബാലൻസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുകയാണ്? പ്രിപ്പയർ ചെയ്യണം. ആസ് പെർ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അൺപ്രസന്റഡ് ചെക്ക് ഷുഡ് ബി. അൺപ്രസന്റഡ് ചെക്കിന് എന്ത് ചെയ്യും? നമ്മൾ ആഡ് ചെയ്യത്തില്ലേ, അല്ലേ? പ്രസന്റ് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ ഓർത്ത് നോക്കുക. അപ്പം നിങ്ങൾ പ്രോപ്പറായിട്ട് ഇങ്ങനെ ഒറ്റ ഇതായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്താണ്, അതിൻ്റെ അകത്ത് വരുന്ന കണ്ടീഷൻസ്, ഏതൊക്കെ കണ്ടീഷൻസിലാണ് ബാലൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി പോകണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സ്പെഷ്യൽ ലെഡ്ജർ ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. സഹകരണ സംഘത്തിലെ സ്പെഷ്യൽ ലെഡ്ജറിന് ഉദാഹരണമാണ്. ഓപ്ഷൻ എയിൽ പറയുന്നത് എന്താണ്? ലോൺ ലെഡ്ജർ, ഓപ്ഷൻ ബി പറയുന്നത് FD ലെഡ്ജർ, ഫിക്സഡ് ഡെപ്പോസിറ്റ് ലെഡ്ജർ, ഓപ്ഷൻ സി പറയുന്നത് ഗോൾഡ് ലോൺ ലെഡ്ജർ. അപ്പോൾ ഇതെല്ലാം എന്താണ്? സഹകരണ ബാങ്കിലെ സ്പെഷ്യൽ ലെഡ്ജറിന് ഉദാഹരണമാണ് കേട്ടോ. ഇവിടെ ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ പറയാണ് ലോൺ ലെഡ്ജർ, FD ലെഡ്ജർ, എന്താണ് പറയുന്നത്? ഗോൾഡ് ലോൺ ലെഡ്ജർ, ഓൾ ഓഫ് ദി ഇവയെല്ലാം എന്താണ്? സ്പെഷ്യൽ ലെഡ്ജറിന്റെ ഗണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. അടുത്ത 70ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡാഷ് റിസർവ് ഈസ് നോട്ട് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ്. താഴെ പറയുന്നതിൽ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഷോ ചെയ്യാത്ത റിസർവ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ പറയുന്നു സ്പെസിഫിക്, ഓപ്ഷൻ ബി പറയുന്നു ജനറൽ, ഓപ്ഷൻ സി പറയുന്നു ഹിഡൻ, ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു ഓൾ ഓഫ് ദ എബോവ്. ഏതാണ് ആൻസർ വരിക? ഏതാണ്? ഹിഡൻ ആണ്, അല്ലേ? സ്പെഷ്യൽ റിസർവുകൾ നമ്മൾ കാണിക്കും, ജനറൽ റിസർവ് എല്ലാം കാണിക്കും, എന്നാൽ ഹിഡൻ റിസർവ് നമ്മൾ ഇവിടെ ഷോ ചെയ്യാറില്ല. ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഹിഡൻ റിസർവ് ഷോ ചെയ്യാറില്ല, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറില്ല, കാണിക്കാറില്ല എന്ന് ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രിലിമിനറി എക്സ്പെൻസ് ഈസ് ട്രീറ്റഡ് ആസ് ഡാഷ് എക്സ്പെൻഡിച്ചർ. ഇപ്പൊ പ്രിലിമിനറി എക്സ്പെൻസിനെ നമ്മൾ എന്ത് എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എയിൽ പറഞ്ഞു ക്യാപിറ്റൽ,
ഓപ്ഷൻ ബിയിൽ പറഞ്ഞ റവന്യൂ, ഓപ്ഷൻ സി ജനറൽ, ഓപ്ഷൻ ഡി ഡെഫേർഡ് റവന്യൂ. ഇപ്പൊ പ്രിലിമിനറി എക്സ്പെൻസ് എന്താണ് നമുക്കറിയാം, ഡെഫേർഡ് റവന്യൂ അല്ലെ. ഒറ്റ വർഷം തന്നെ നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല, അങ്ങനെ എഴുതി തള്ളി കഴിഞ്ഞാൽ ഹ്യൂജ് ലോസിലേക്ക് പോകും. അപ്പോൾ പ്രിലിമിനറി എക്സ്പെൻസ് എന്ത് ടൈപ്പ് എക്സ്പെൻസ് ആണെന്ന് ചോദിച്ചാൽ അത് ഡെഫേർഡ്, കുറേ വർഷങ്ങളായിട്ട് തന്നെ നമ്മളത് എഴുതി തള്ളുകയുള്ളൂ. അപ്പം നമുക്കറിയാം പ്രിലിമിനറി എക്സ്പെൻസ് വലിയ എക്സ്പെൻസ് അല്ലേ, ഒറ്റ വർഷമായിട്ട് തന്നെ നമുക്ക് അതിനെ എഴുതി തള്ളി കഴിഞ്ഞാൽ വലിയ ലോസിലേക്ക് കമ്പനി പോകുന്ന ഓർത്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ കളക്ഷന്, ഡിസ്കൗണ്ടിങ് ആൻഡ് എൻഡോഴ്സ്മെന്റ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് മെയ്ഡ് ബൈ. കളക്ഷന്, ഡിസ്കൗണ്ടിങ്, എൻഡോഴ്സ്മെന്റ് ചെയ്യുന്ന ആരാണ്? ഡ്രോവർ, ഡ്രോവി, ഡെപ്റ്റർ, അക്സെപ്റ്റർ. ഡ്രോവർ തന്നെ അല്ലെ, ക്രെഡിറ്റർ അല്ലേ. ബിൽ ഓഫ് എക്സ്ചേഞ്ചിലെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ. എനിക്കോ ഞാൻ പറയുന്ന ആൾക്കോ ഇത് കൈവശം വെച്ചിരിക്കുന്ന ആൾക്കോ നീ പണം കൊടുക്കണം എന്ന് പറയുന്ന ഓർഡറാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് കളക്ഷനും ഡിസ്കൗണ്ടിങ് എൻഡോഴ്സ്മെന്റ് ഓഫ് ബില്ലൊക്കെ ചെയ്യുന്ന ആരാണ്? ഓപ്ഷൻ എ ഡ്രോയർ, ഓപ്ഷൻ ബി ഡ്രോവി, ഓപ്ഷൻ സി ഡെപ്റ്റർ, ഓപ്ഷൻ ഡി അക്സെപ്റ്റർ. അപ്പോൾ ആരാണ് ആൻസർ വരിക? ഡ്രോവർ ആണ് ആൻസർ വരിക എന്ന് ഓർത്ത് വെക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇഫ് ദ ബെനിഫിറ്റ് ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചർ എക്സിസ്റ്റ് ഫോർ മോർ ദാൻ 1 ഇയർ അല്ലേ. ആ ഒരു റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ ബെനിഫിറ്റ് എന്താണ്, ഒരു വർഷത്തിൽ കൂടുതൽ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അതിനെ എന്ത് എക്സ്പെൻഡിച്ചർ എന്ന് പറയും? ഓപ്ഷൻ എ പറയുന്നത് ക്യാപിറ്റൽ, ഓപ്ഷൻ ബി പറയുന്നു ഡെഫേർഡ് റവന്യൂ, ഓപ്ഷൻ സിയിൽ പറയുന്നു ജനറൽ റവന്യൂ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ഏത് തന്നെ ആയിരിക്കും ഇവിടെ? നമുക്കറിയാം അല്ലേ, എന്താണ് ഡെഫേർഡ് റവന്യൂ. ഒരു വർഷത്തിൽ കൂടുതൽ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിരിക്കും കേട്ടോ. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഒരു വർഷമാണെങ്കിൽ റവന്യൂ അതിൽ കൂടുതലാണെങ്കിൽ ക്യാപിറ്റൽ അല്ലേ പറയാറില്ലേ, ഒന്നിൽ കൂടുതലാണെങ്കിൽ അല്ലേ നമുക്ക് പഠിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്താണ് അഡ്ജസ്റ്റിംഗ് ഹെഡ് ഡ്യൂ ടു. ഇങ്ങോട്ട് കിട്ടാണോ ഡ്യൂ ടു അല്ലേ, ഡ്യൂ ബൈ ഉണ്ട്, ഡ്യൂ ടു ഉണ്ട്. അപ്പോൾ ഡ്യൂ ടു എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറയാം ഡ്യൂ ടു ദ സൊസൈറ്റി ഈസ് ആൻ ഓപ്ഷൻ എ അസറ്റ്, ഓപ്ഷൻ ബി ലയബിലിറ്റി, ഓപ്ഷൻ സി എക്സ്പെൻസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ. അഡ്ജസ്റ്റിംഗ് ഹെഡ് ഡ്യൂ ടു ഈസ് ആൻ അസറ്റ് കേട്ടോ. അഡ്ജസ്റ്റിംഗ് ഹെഡ് ഡ്യൂ ടു എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ആൻ അസറ്റ് എന്ന് ഓർത്ത് നോക്കുക. അഡ്ജസ്റ്റിംഗ് ഹെഡ് ഡ്യൂ ടു ഈസ് ആൻ അസറ്റ്. ഡ്യൂ ബൈ എന്ന് പറഞ്ഞാലോ അത് ലയബിലിറ്റി ആണ് അല്ലേ. ഡ്യൂ ബൈ എന്ന് പറഞ്ഞാൽ അത് ലയബിലിറ്റി ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഔട്ട്പുട്ട് കോസ്റ്റിംഗ് ഈ സ്യൂട്ടബിൾ ടു. ഔട്ട്പുട്ട് കോസ്റ്റിംഗ് എന്തിനാണ് സ്യൂട്ടബിൾ? ഓപ്ഷൻ എ പറയുന്നത് ബ്രിക്സ് വർക്ക്, ഓപ്ഷൻ ബി ബൈസൈക്കിള്, സി ഹോട്ടൽസ്, ഡി ടെക്സ്റ്റൈൽസ് അല്ലേ. ഓർത്ത് നോക്കണം, ഏതാണ്ട് ബ്രിക്ക് വർക്ക്സിനാണ് ഔട്ട്പുട്ട് കോസ്റ്റിംഗ് ബെനിഫിറ്റ് എന്ത് ചെയ്യുന്നത് ഒരു സ്യൂട്ടബിൾ ആകുന്ന ഓർത്ത്. അപ്പോൾ കോസ്റ്റിങ്ങിനെ കുറിച്ച് നമുക്ക് വളരെ വിശദമായിട്ട് പഠിക്കാം കേട്ടോ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കോസ്റ്റിംഗ് തീരില്ല, ഒരുപാട് ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് എല്ലാം പഠിക്കാറുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ക്ലാസ് തന്നെ നമുക്ക് ഒരു വീഡിയോ തന്നെ എടുത്ത് പഠിക്കാം കോസ്റ്റിങ്ങിനെ കുറിച്ച്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ് അല്ലേ നമ്മൾ ആ ഒരു 15ഓളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് CSEB എക്സാം ക്ലർക്ക് ആയിക്കോട്ടെ, അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിക്കോട്ടെ, CSEB എക്സാം നമുക്ക് എന്ത് ചെയ്യാം IPLSനൊപ്പം ക്രാക്ക് ചെയ്യാം. റെക്കോർഡഡ് ക്ലാസ്സസ്, ലൈവ് ക്ലാസ്സസ്, മോഡൽ എക്സാംസ്, PYQ ഡിസ്കഷൻ, PYQ എക്സസൈസ് തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സോടെയാണ് നമ്മൾ നിങ്ങൾക്ക് ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നത്. എല്ലാവരും ജോയിൻ ചെയ്യുക, വിജയിക്കുക. ഓക്കെ, താങ്ക് യു.